ഇപ്പോൾ അതിന് മറുപടി പറയൂ. അന്ന് പ്രധാനമന്ത്രി വന്ന് വളരെ വികാര വായ്പോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പോയി. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഉടനെ ഏതാ തുക അനുവദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. 5ന്റെ പൈസ അനുവദിച്ചിട്ടുണ്ടോ സന്ദീപ്? അഷ്മി, ഒന്ന് എന്നെ തടസ്സപ്പെടുത്തരുത്. കാരണം ഇവിടെ അനിൽകുമാറിന് തടസ്സപ്പെടുത്താതെ താങ്കൾ ഒരുപാട് സമയം കൊടുത്തു. ഫിറോസിനെയും സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് എന്നെയും സംസാരിക്കാൻ അനുവദിക്കണം. കാരണം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം എൻ്റെ അസഹിഷ്ണുതയാണെന്ന് പറയരുത്. ഇവിടെ അനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിലേക്ക് ഓരോന്നിലായിട്ട് കടന്നു വരാം. ഇവിടെ അനിൽകുമാർ പറഞ്ഞ കാര്യം എന്താ? നേരത്തെ എം പി രാജേഷ് ഇട്ടൊരു ക്യാപ്സ്യൂളാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതായത് ഒരു വീട് പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു വീട് പണിയുന്നതാണെങ്കിലും കണക്കുകൾ തമ്മിൽ ഇപ്പോൾ ഈ കണക്കുകൾ ഉണ്ടാക്കിയതാരാണ്? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റ്സ്, കളക്ടർ അടക്കമുള്ള ആളുകൾ. ഇവിടെ 3 മന്ത്രിമാർ ചുമതലയിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണല്ലോ. അപ്പോൾ അങ്ങ് ശവസംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ്? 14-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയാണ്. കണക്കുണ്ടാക്കി എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. ആഷ്മിക്ക് അറിയാം എന്നാണ് കൂട്ട സംസ്കാരങ്ങൾ നടന്നത്. 4-ാം തീയതിയും 5-ാം തീയതിയും ഒക്കെയാണ് പുത്തുമലയിൽ കൂട്ട ശവസംസ്കാരങ്ങൾ നടന്നത്. ഞാനും അഷ്മിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അഷ്മി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഓർമ്മ. ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ഈ കൂട്ട ശവസംസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പോയ ഒരാളാണ് ഞാനും. അപ്പോൾ ഈ സമയം 4-ഉം 5-ഉം ഒക്കെ കഴിഞ്ഞ്, അതായത് കണക്കുകൾ പൂർണ്ണമായും സർക്കാരിൻ്റെ കയ്യിൽ അപ്പോൾ ലഭ്യമാണ്. ആ കണക്കുകൾ പ്രകാരമാണ് ഇവർ 75,000 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാരാളം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി പോയിട്ടുണ്ട്. ആ ബന്ധുക്കൾ ഏറ്റുവാങ്ങി പോയ മൃതദേഹങ്ങൾ പോയ സമയത്ത് അവിടെ വെറും 10,000 രൂപയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. സേവാഭാരതി അവിടെ 100ഓളം മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടാണ് എനിക്കറിയാം. 100ഓളം മൃതദേഹങ്ങൾ ഒരു പൈസ വാങ്ങാൻ സംസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ 75,000 രൂപ ഈ കാര്യത്തിന് വേണ്ടി കണക്കെഴുതിയിരിക്കുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്ഥലത്തിന് ആര് വില കൊടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ സ്ഥലം അവിടെ സൗജന്യമായി കൊടുത്തിട്ടുള്ളതാണ്. അവിടെ പഞ്ചായത്ത് ഈ ക്രിമേഷനുമായി ബന്ധപ്പെട്ട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ താമസത്തിന്റെ കാര്യം, ഇതെല്ലാം ആക്ച്വൽ, അതായത് സർക്കാരിന്റെ കയ്യിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കണക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് താമസത്തിന്റെ കാര്യം. താമസം പൂർണ്ണമായും സംസ്ഥാനത്തെ അവിടുത്തെ സ്കൂളുകളിലായിരുന്നു. ഒരു പൈസ അതിന് ചെലവായിട്ടില്ല. ഇനി ചെലവായിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാനും ലക്ഷങ്ങളാണ്. ചില ഉദ്യോഗസ്ഥന്മാർ, ചില ഓഫീസർമാർ, മിലിറ്ററി ഓഫീസർമാർ ഹോട്ടൽ റൂമുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 10 നയാ പൈസ ഹോട്ടൽ റൂമുകൾ വാങ്ങിയിട്ടില്ല. കാരണം മനുഷ്യർ മുഴുവൻ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി വയനാടിന് വേണ്ടി കൈകോർത്തുന്നപ്പോൾ ഞങ്ങൾക്കറിയാം അഷ്മി, യുവമോർച്ചയുടെ വളണ്ടിയർമാർ ദുരിതാശ്വാസ സാധനങ്ങളുമായി കൊല്ലത്തുനിന്ന് വന്ന സമയത്ത് അവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് വയനാട്ടിലൊരു ഒറ്റ ചായക്കട എന്ന് പോയും 1 രൂപ അവരുന്ന് വാങ്ങിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അറിയോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വരുന്നതല്ലേ എന്ന് പറഞ്ഞ് വയനാട്ടിലെ ജനങ്ങൾ ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായി കൊടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ സർക്കാർ കോടികൾ കണക്കെഴുതി കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവുക? ഇനി അഷ്മി ഇവിടെ ഞാൻ പൂർത്തിയാട്ടെ. ഇവിടെ അഷ്മി പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അഷ്മി പറഞ്ഞ എന്താണ്? കേന്ദ്രം നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കണക്കുകൾ കൊടുത്ത സമയത്ത് പൂർണ്ണമായും തന്നില്ല, അതുകൊണ്ട് കൂടുതൽ കൊടുത്താൽ എന്താ തെറ്റെന്ന് വെച്ചു. അവിടെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന കണക്കാണ്. അവിടെ മുൻ അനുഭവങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് കള്ളക്കണക്ക് എഴുതാൻ പറ്റില്ല. ഇത് വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തെ ഒരു മാധ്യമ പ്രവർത്തകനും എൻഡോഴ്സ് ചെയ്യരുത്. നമുക്ക് നിയമപരമായിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. എത്രയാണോ കണക്ക് ആ കണക്ക് കൊടുക്കണം. പിന്നെ വസ്തുതയുമായി പുലബന്ധമില്ലാത്ത രീതിയിൽ എക്സാജറേറ്റ് ചെയ്ത് കണക്ക് കൊടുക്കാൻ, ഇത് സ്ഥലക്കച്ചവടമല്ലല്ലോ. ഇപ്പൊ അനിൽകുമാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മൂപ്പര് ഒന്നാം തരം റിയൽ എസ്റ്റേറ്റ് കണക്ക് കൊടുത്താൽ പോലും നമുക്ക് ഗൈഡ് ലൈൻ പ്രകാരം കിട്ടാവുന്ന എത്രയാണ്? 200 ചില്ലുവാനും കൂടി എത്ര കിട്ടും നമുക്ക്? സന്ദീപിന് പറയാൻ പറ്റുമോ? അഷ്മി, അവിടെയാണ് അഷ്മി നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതിനെല്ലാം ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം ഇന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ഒരു അംഗം, അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല, മറ്റൊരു ചാനൽ വന്ന് പറയുന്നത് കേട്ടു, പൂർണ്ണമായി അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ മാനദണ്ഡ പ്രകാരമുള്ള പരമാവധി തുക നിശ്ചയിച്ചാലും നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് 219 കോടി രൂപയോ മറ്റോ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ 2,000-3,000 കോടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നാളെ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കും? അയ്യോ മോദി പൈസ തരുന്നില്ലേ, അയ്യോ മോദി പൈസ തരുന്നില്ലേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചർച്ച. അപ്പോൾ അനാവശ്യമായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് കണക്ക് കൊടുത്ത ശേഷം അതിന്റെ അത്രയും തുക കേന്ദ്രം തരാതിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് പ്രത്യേകിച്ച് ഒരു നിയമം ഉണ്ടാക്കി തരാൻ പറ്റില്ലേ? നിലവിലിരിക്കുന്ന മാനദണ്ഡ പ്രകാരമേ ഓരോ സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ മാനദണ്ഡ പ്രകാരം പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മോദിക്കെതിരായും കേന്ദ്ര സർക്കാരിനെതിരായും ഇവിടെ ഇരുന്ന് ഘോരം ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സന്ദർശിച്ചിട്ട് പോയി. ഇതുവരെ മാസം 2 5ന്റെ നയാ പൈസ കേരളത്തിനോട് പ്രഖ്യാപിച്ചോ സന്ദീപ്? ഞാനത് പറയാം. അതിലേക്കാണ് വരുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ 150-ലധികം കോടി കേരളത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആദ്യ ഘട്ടത്തിൽ തന്നെ
ഇവിടെ എവിടെ? 3 സൈനിക വിഭാഗങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചതും റെസ്ക്യൂ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ എവിടെ? 150 എവിടെ കോടി 150 രൂപ ട്രാൻസ്ഫർ കേരളത്തിന് ചെയ്തത്? ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ SDR ഇല്ല ഇല്ല, അത് വയനാട്ടിൽ പരാതി ആരോ ഒരു മിനിറ്റ് ആശ്മി അത് വയനാട് തലേ വെക്കല്ലേ? ആശ്മി അത് വയനാട് തലേ വെക്കല്ലേ? വർഷാവർഷം എല്ലാ സംസ്ഥാനം കൊടുക്കുന്ന SDRF-ലോട്ട് അത് വയനാട് തലേ വെക്കല്ലേ? ഹാഷ്മി പറഞ്ഞോട്ടെ. ഉം. വയനാടിന്റെ തലയിലേക്കല്ല വയ്ക്കുന്നത്. കേന്ദ്രം ഫണ്ട് കൊടുക്കുന്ന SDRF-ലേക്ക് തന്നെ കൊടുക്കുക. SDRF-ലാണ് പണം വന്ന് നിക്ഷേപിക്കുക. ആ ഹെഡിലേക്കാണ് കൊടുക്കുന്നത്. ചെലവാക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയട്ടെ. ഇവിടെ ഈ പരാതി ആരാ ഉന്നയിക്കേണ്ടത്? കേന്ദ്രം കൊടുക്കുന്നിരുന്ന പരാതി ഉന്നയിക്കേണ്ടത് ആരാ? കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. എന്താ ഈ അനിൽകുമാർ ഉത്തരവാദിത്തമില്ലാതെ പറയുന്ന പോലെയല്ലോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ കേന്ദ്രം പണം തന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിക്കാത്ത എന്താ? അതെന്തോന്ന് അറിയില്ല. ഈ നിമിഷം വരെ ഒരു ആക്ഷേപം കേരളത്തിലെ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ആക്ഷേപം കേരളത്തിലെ മുഖ്യമന്ത്രി ഉന്നയിക്കട്ടെ. അത് ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും SDRF-ന് വർഷാവർഷം എല്ലാ സംസ്ഥാനങ്ങളും വയനാട് ചെലവിൽപ്പെടുത്തണ്ട. വയനാടിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി പോയതല്ല. 5 നയാ പൈസ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ത്രിപുരയ്ക്ക് പോയി കണ്ടപ്പോൾ 42 കോടി ചടപടയെന്ന് അനുവദിച്ചു കേന്ദ്രം. മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കേന്ദ്രം. അത് ആശ്മി അല്ല, മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി പറയണം. അല്ലല്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? 5 നയാ പൈസ കേന്ദ്രം കൊടുത്തിട്ടില്ല. അതറിയുന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അത് എന്താ കാരണം? മുഖ്യമന്ത്രിക്ക് അറിയാന്നേ. ഇവിടെ നിന്ന് അല്ല ആശ്മി, ഇന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് കമ്മിറ്റിയുടെ ആ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ ആ ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തി, ഉദ്യോഗസ്ഥന്മാർ അസസ്മെന്റ് നടത്തി യഥാർത്ഥ നഷ്ടം കണക്കാക്കിയാണ് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചാണ് കേന്ദ്രത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്ന് ഇന്ന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അടിയന്തരമായ ഒരു തുക അനുവദിക്കാവേ? അടിയന്തരമായ ഒരു തുക അനുവദിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഔദാര്യമൊന്നുമല്ലേ? നമ്മൾ ദയാപൂർവ്വം തുക അനുവദിച്ചു കൊടുത്തു. ഇല്ലെന്നേ. അടിയന്തര തുക വയനാട്ടിൽ അനുവദിച്ചിട്ടില്ല. SDRF-ലോട്ട് ഇട്ട തുക അവിടെ കിടക്കും സാർ. അതിന് പരിമിതി ഉണ്ട് സാർ. അതിന് പരിമിതി പറഞ്ഞ കാരണം എന്താണ്? ഒരു തകർന്ന വീടിന് അതിന് ചെലവാക്കാൻ പറ്റുന്ന 1,30,000 രൂപയാ. എന്റെ അശ്മി, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതിന് എത്ര മാനങ്ങളുണ്ട്? ആദ്യം നടക്കുന്ന റെസ്ക്യൂ മിഷനാണ്. ആ റെസ്ക്യൂ മിഷന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആ റെസ്ക്യൂ മിഷന് ഒരു കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടമായി സാധാരണഗതിയിൽ വളരെ വൈകി അയക്കുന്ന കേന്ദ്ര സംഘത്തെ 9-ാം തീയതി അയച്ചു എന്നാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പറയുന്നത്. എടുത്തു കഴിഞ്ഞു. റെസ്ക്യൂ ഉണ്ട്, റിലീഫ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതിന്റെ ബില്ല് വരില്ലേ? ആ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയില്ലേ? മുറയ്ക്ക് പിടിച്ചപിടിക്ക് 200 കോടി രൂപ മേടിച്ചില്ലേ? എന്താ ഇപ്പം അശ്മി, ദയവ് ചെയ്ത് നിങ്ങൾ ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കരുത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കുമെങ്കിൽ ഇവിടെ കേരള പോലീസ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ആർമി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരള ഫയർഫോഴ്സ് പ്രവർത്തിച്ചതിന്റെയും കേരള പോലീസ് പ്രവർത്തിച്ചതിന്റെയും ബില്ല് ഏതെങ്കിലും ഒരു ഹെഡിൽ ഉൾപ്പെടുത്തണ്ടേ? കേന്ദ്രം പണം കൊടുക്കും, പക്ഷേ ഏതെങ്കിലും ഹെഡിൽ അവർക്ക് ഉൾപ്പെടുത്തിയാലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ആർമി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അവർ പ്രവർത്തിച്ചതിന്റെ ബില്ലും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഹെഡിൽ ഉൾപ്പെടുത്തണം. അതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത്. കേരളത്തിന് മാത്രമായിട്ട് കേന്ദ്ര വിരുദ്ധത പറയാൻ വേണ്ടിയിട്ടും അരിയുടെ പൈസ കൊടുക്കാൻ വൈകിയപ്പോൾ അടുത്ത തവണ SDRF ഫണ്ട് വരുമ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കേണ്ടി വന്നു. പിടിച്ച് നമുക്ക് തന്ന പ്രളയ സമയത്ത് നമുക്ക് തന്ന അരിയുടെ പണം പിടിച്ചു വാങ്ങിച്ചു കേന്ദ്രം. ഇല്ലെന്ന് പറഞ്ഞ കണക്ക് വേണോ സന്ദീപിന്? ആ പണം കൊടുക്കാമെന്ന് അല്ലല്ല, അധികമായിട്ട് അരി അനുവദിക്കണമെന്നും അത് പണം നൽകാമെന്നും അങ്ങോട്ട് കത്തെഴുതിയതിനു ശേഷമാണ് അരി അനുവദിക്കുന്നത്, അധികമായിട്ട് അരി അനുവദിക്കുന്നത്. മനസ്സിലായോ? അത് ഇവിടുന്ന് ആവശ്യപ്പെട്ട അനുസരിച്ചാണ്. ഇവിടുന്ന് സപ്ലൈസ് മന്ത്രി കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് കള്ളം പറയല്ലേ? നിങ്ങൾക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന ആരെ കള്ളം പറയുന്നത്? 85,000 ജില്ലുവാൻ വെട്ടിട്ടുണ്ട് അരിക്ക്. ആ കോടികൾ പിടിച്ചുപിടിക്ക് വാടിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച പണത്തിന് പിടിച്ചുപിടിക്ക് പണം മേടിച്ചു. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ SDRF പണം തരുമ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. സംസ്ഥാനം കൊടുത്തതാണ് കണക്ക്, ഇല്ലെന്നൊന്നും പറയല്ലേ.